അമ്മേ എന്ത് പറ്റി അമ്മേ? രണ്ടുപേരും എന്തിനാ ഇങ്ങനെ ഒച്ച വെച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നത്? പാറുവിനെ കാണുന്നില്ലെന്നോ? അവളല്ലേ ഇവിടെ ഇരുന്നിട്ടുണ്ടായത്, പിന്നെ അവളെവിടെ പോവാനാ? അതെ മോളെ, അവളിവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ കാണുന്നില്ല. അവളിവിടെ പോവാനാ? ഓ, അപ്പൊ അമ്മ അവൾക്ക് ഉറക്കഗുളിക കൊടുത്തോ ഇല്ലയോ? കൊടുത്തായിരുന്നു മോളെ, അവളെ കഴിച്ചെന്നും പറഞ്ഞു. ഇത് നല്ല കഥ. അവള് കഴിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, അവള് എവിടെയെങ്കിലും ദൂരത്തേക്ക് എറിഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പോ അതും ഇതും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അമ്മേ. നമുക്ക് പുറത്ത് പോയിട്ട് അവളെവിടെയുണ്ടെന്ന് തേടിക്കണ്ടുപിടിക്കാം. വാ. അത് ശരിയാ മക്കളെ, നമ്മള് അവളെവിടെയുണ്ടെന്നൊന്ന് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് പിന്നെ എന്ത് ചെയ്യാനാ? അവളിനി ഉറക്കില് നടന്നതാണെങ്കിൽ ഇന്നൊന്നും ഈ കാലിൽ വന്ന് കയറിയില്ല. അയ്യോ, എന്റെ മോള് ഉറക്കിലെണീറ്റ് നടന്നേ. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് അറിയുന്നില്ലേ. അയ്യോ ആന്റി, എന്ത് പറ്റി ആന്റി? നിങ്ങൾ എന്തിനാ വണ്ടി നിർത്തിയത്? മോളെ കുശലകുമാരി, നമ്മുടെ പാറുല്ലേ, അവള് ഉറക്കിൽ എഴുന്നേറ്റ് നടന്നു. എന്ത്? ഉറക്കിൽ എഴുന്നേറ്റ് നടന്നോ? അതെ മോളെ, ഈ പാദയാത്രയിൽ അവളെവിടേക്കാ നടന്നു പോയതെന്ന് പോലും അറിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ആന്റി, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. എന്റെ പൂച്ച നാരായണിയില്ലേ, അവളെ പെട്ടെന്ന് തന്നെ പാറുവിനെ കണ്ടുപിടിച്ചോണ്ട് വരും. മോളെ കുശലകുമാരി, നീ എന്താ പറഞ്ഞത്? നിന്റെ പൂച്ചയെ പാറുവിനെ കണ്ടുപിടിക്കുന്നോ? അതെ ആന്റി. നാരായണി ഇങ്ങോട്ട് വന്നേ. നാരായണി ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞേ. നാരായണി ഇങ്ങോട്ടൊന്ന് വന്നേ. നാരായണി എന്നെ ഒന്ന് മുകളിലോട്ട് തുള്ളിയേ. മോളെ കുശു, നീയല്ലേ പറഞ്ഞത് നിന്റെ പൂച്ച എന്റെ മോളെ കണ്ടുപിടിക്കുന്നു? എന്നിട്ടിപ്പോ നീ എന്താ ഇവിടെ കാണിക്കുന്നത്? ഇവിടെ വെച്ച് സർക്കസ് ചെയ്യുവാണോ? സോറി ആന്റി. ആന്റി പിന്നില്ലേ, പാറുവിന്റെ എന്തേലും സാധനം ഉണ്ടെങ്കിൽ അത് താ. നമ്മുടെ ഈ പൂച്ചയില്ലേ, അത് മണപ്പിച്ചിട്ട് മണം കണ്ടുപിടിച്ചിട്ട് പാറുവിനെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചോണ്ട് വരും. ഓ അങ്ങനെയാണ് മോളെ. എടി ലച്ചു, പാറുവിന്റെ എന്തേലും സാധനം കാലിനകത്തുണ്ടെങ്കിൽ പോയിട്ട് കൊണ്ടുവന്നേ. ശരി അമ്മേ. ഇന്നമ്മേ പാറുവിന്റെ സോക്സ് അകത്തൊന്നും കിട്ടി. നാരായണി നാരായണി ഇങ്ങോട്ട് നോക്കിയേ. ഇതെന്താ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നോക്കിയേ. ഇതാണ് ചോക്ലേറ്റ്. ഇത് ഏതായി മരമണ്ടത്തി? സോക്സിന് പോയിട്ട് ചോക്ലേറ്റ് എന്ന് പറയും. എനിക്കെന്താ അത്രയ്ക്കും ബുദ്ധിയില്ലാന്നാണോ ഇവളുടെ വിചാരം? അയ്യോ, പൂച്ച എന്താ ബോധം കിട്ടുമല്ലോ. നാരായണി എണീക്ക്, നാരായണി എണീക്ക്. അയ്യോ, ഇതിപ്പോ എന്താ സംഭവിച്ചത്? സോക്സിന്റെ നാറ്റത്തില് പൂച്ച തന്നെ ബോധം കെട്ടു വീണെന്നാ തോന്നുന്നത്. എടി ലച്ചു, സോക്സിന് ഭയങ്കര നാറ്റാണെന്ന് നിനക്ക് അറിഞ്ഞില്ലേ? പിന്നെ നിന്നെ അത് കയ്യിൽ വെച്ച് നടക്കുന്നത്? അത് ദൂരെ വലിച്ചെറിഞ്ഞേ. ശരി അമ്മേ. അയ്യോ അയ്യോ, എന്തുവാ മോളെ ഇത്? എന്ത് സ്മെല്ല്? അയ്യോ, ഞാനിപ്പോ ബോധം കെട്ടു വീഴേ. അയ്യോ അയ്യോ അച്ഛാ, ഇതെന്ത് പറ്റിയതാ? പതിയെ എണീക്കച്ചാ. എടി, നിന്നോട് സോക്സ് എടുത്ത് ദൂരെ കളയാനല്ലേ പറഞ്ഞത്? അതെടുത്തിട്ട് ഇങ്ങേരുടെ മുഖത്തേക്കാണ് വലിച്ചെറിയുന്നത്. സോറി അമ്മേ, അത് ഞാൻ ദൂരേക്ക് തന്നെയാ വലിച്ചെറിഞ്ഞത്. പക്ഷെ അത് ചെന്ന് അച്ഛന്റെ മുഖത്ത് വീണു മാത്രം. അതിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? അത് സാരില്ല മക്കളെ. വാ, നമുക്ക് രണ്ടുപേർക്കും പോയി കാട്ടിൽ പോയി പാറുവിനെ കണ്ടുപിടിച്ചിട്ട് വരാം. വാ. അയ്യോ, ഞാനോ? അതേടി, നീ തന്നെ. അതിനിപ്പോ എന്താ? അമ്മേ, ഞാനെങ്ങനെയാ അമ്മേ കാട്ടിനകത്തേക്കൊക്കെ വരുന്നത്? എനിക്ക് പേടിയാവുന്നമ്മേ. അതിനല്ലേടി കൂടെ ഞാനും ഉള്ളത്. വാ, വേഗം എന്റെ പിന്നാലെ തന്നെ വന്നേ. പ്ലീസ് അമ്മ, എന്നെ വിടമ്മ. പെട്ടെന്ന് തന്നെ നടന്നിട്ട് പോടി. അയ്യോ അമ്മേ.